പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലക്ഷ്മി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പ്രകാശൻ. ഇനി എന്ത് ചെയ്യും? ആ ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് പ്രകാശിനെ കാണുന്നതിനായി എത്തുന്ന കാർത്തിക കാര്യങ്ങൾ എന്തായി എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. വിവാഹത്തിന്റെ കാര്യം അമ്മ എന്നോട് ചോദിച്ചു. അമ്മ എന്നാണ് വരേണ്ടത് എന്നുള്ള കാര്യമാണ് എന്നോട് ചോദിച്ചത്. എന്ത് മറുപടിയാണ് ഞാൻ അമ്മയ്ക്ക് നൽകേണ്ടത് എന്നുള്ള കാര്യം പ്രകാശൻ പറയുകയാണ് എങ്കിൽ ഞാൻ ആ കാര്യം അമ്മയോട് പറയാം. ഉടൻ തന്നെ നമുക്ക് വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഇത് കേട്ടതിനെ തുടർന്ന് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് പ്രകാശൻ സമ്മതിക്കുകയാണ്. ഇപ്പോഴും ലക്ഷ്മി ജീവനോടെയുണ്ട്. അവൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ വിവാഹം നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള കാര്യവും പറയുന്ന പ്രകാശൻ ഇതേ തുടർന്ന് കുറച്ച് സമയം കൂടി എനിക്ക് വേണമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ പ്രകാശൻ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ, ഞാൻ കുറച്ച് സമയം കൂടി തരാം, അമ്മയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാം. പക്ഷേ പ്രകാശൻ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ഇല്ലെങ്കിൽ എനിക്കിനി മറ്റു വഴികൾ നോക്കേണ്ടതായി വരും എന്ന് അറിയിച്ചുകൊണ്ട് കാർത്തിക ഇറങ്ങിപ്പോവുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ വീട്ടിലേക്ക് തിരികെ എത്തുന്ന പ്രകാശൻ വിക്രമിനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. വിക്രമിനോട് നീ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് എന്ന് ചോദിക്കുകയും നീ അവളെ കൊന്നുകളഞ്ഞു എങ്കിൽ പിന്നെ ജീവനോടെ അവൾ എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ പറയുകയും ചെയ്യുന്നു. ഇതോടെ എനിക്ക് അറിയില്ല, ഞാൻ വിട്ട ഗുണ്ട എന്നോട് പറഞ്ഞത് മാത്രമാണ് എനിക്ക് അറിയുകയുള്ളൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അയാൾ പറ്റിച്ച തുക തിരികെ വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രകാശൻ. പക്ഷേ അത് വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന വിക്രം ആ ഗുണ്ട അത്ര നിസ്സാരക്കാരനല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ പ്രകാശന്റെ അമ്മ അവിടേക്ക് കടന്നു വരികയും അപ്പോൾ കാര്യം നടന്നതുമില്ല, പൈസ പോവുകയും ചെയ്തു അല്ലേടാ, അത് തന്നെയാണ് സംഭവിച്ചത്. ഈ വിക്രമിനെ കൊണ്ട് യാതൊരു ഉപകാരവും ഇപ്പോഴില്ല, ഇവൻ വെറും മണ്ടനാണ് എന്ന് പ്രകാശൻ പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ വിക്രമാകെ ഞെട്ടിപ്പോകുന്നു. ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കുന്ന പ്രകാശന് ഇനി മുന്നും പിന്നും നോക്കാനില്ല. എല്ലാ നിലയും വിട്ടുകൊണ്ടാണ് പ്രകാശൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവസാന കളി എന്നുള്ള നിലയിൽ പ്രകാശൻ തന്നെ കളത്തിലിറങ്ങാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഇനി അവളെ കൊല്ലുന്നത് ഞാൻ തന്നെ ആയിരിക്കും എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ ഉടൻ തന്നെ അവിടെ നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇതേ സമയം കല്യാണിയും കിരണും കോടതിയിൽ നടന്ന കാര്യങ്ങളെ പറ്റി അറിയാൻ ഇടയായതിനെ തുടർന്ന് പ്രകാശൻ ഇനി നോക്കിയിരിക്കുകയില്ല എന്നുള്ള കാര്യം കാർത്തികയെ അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ പ്രകാശന്റെ അവസാന നീക്കമാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ള കാര്യം കൃത്യമായി എനിക്കറിയാം എന്ന് വ്യക്തമാക്കുന്ന ലക്ഷ്മി അതുകൊണ്ട് തന്നെ ഇനി പ്രകാശിനെ എണീക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ ഞാൻ മലർത്തിയടിക്കും എന്നുള്ള കാര്യം ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് മനുവിനെ കുടുക്കിയ അപ്രതീക്ഷിതമായ തിരിച്ചടി രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.